പത്തനംതിട്ട കലഞ്ഞൂരിൽ യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. പടയണിപ്പാറ സ്വദേശികളായ വൈഷ്ണവി, അയൽവാസി വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിഷ്ണുവുമായുള്ള സാമ്പത്തിക പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രവീൺ പുരുഷോത്തമൻ സ്ഥലത്തുണ്ട്. പ്രവീൺ, ഗുഡ് മോർണിംഗ് പ്രവീൺ. വീണ്ടും ഒരു കൊലപാതക വാർത്തയാണ് പ്രഭാതത്തിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വരുന്നത്. കലഞ്ഞൂരിൽ യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും, അയൽവാസിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതാണോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? സാമ്പത്തിക പ്രശ്നമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഗുഡ് മോർണിംഗ് അരുൺ. പത്തനംതിട്ടയിൽ നിന്നും ഇന്ന് രാവിലെ തന്നെ വളരെ വിഷമം ഉളവാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇരട്ട കൊലപാതകം നടന്നിരിക്കുന്നു. ഞാനിപ്പോൾ ആ പ്രദേശത്താണ് നിൽക്കുന്നത്. പത്തനംതിട്ട കോന്നിക്ക് സമീപം പടയണിപ്പാറ എന്ന സ്ഥലത്താണ് ഈ ദാരുണമായിട്ടുള്ള കൊലപാതകം നടന്നത്. അവിടെ 27 വയസ്സുള്ള വൈഷ്ണ, ഒപ്പം തന്നെ അയൽക്കാരനായിട്ടുള്ള വിഷ്ണു 34 വയസ്സ്, ഈ 2 പേരെയാണ് വൈഷ്ണ എന്ന യുവതിയുടെ ഭർത്താവ് ക്രൂരമായി കൊല ചെയ്തത്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നതാണ് വൈഷ്ണയുടെ വീട്. വൈഷ്ണയും ഒപ്പം തന്നെ അവരുടെ ഭർത്താവും ആ കാണുന്ന മൺവീട്ടിൽ, മൺകട്ടകൾ കൊണ്ട് കെട്ടിയ വീട്ടിലായിരുന്നു താമസം. ഇന്നലെ രാത്രി ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും പിന്നീട് വൈഷ്ണയെ ആക്രമിക്കാൻ ഒരു ശ്രമം നടക്കുകയും ചെയ്തു. അതിനുശേഷം ഈ വൈഷ്ണ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്നും, ആ മുകളിൽ കാണുന്ന വീട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങി ഓടി സമീപത്തുള്ള അയൽ വീട്ടിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. അതിനുശേഷം ഈ ഭർത്താവ് ബൈജു അവരെ പിന്തുടർന്നു. ബൈജു പിന്തുടർന്ന് നേരെ ചെന്നത് വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണ്. ആ വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണ് വൈഷ്ണ ഓടിക്കയറിയത്. ഈ ബൈജു തൊട്ടു പുറകെ അങ്ങോട്ടേക്ക് ചെല്ലുകയും ആദ്യം വൈഷ്ണയെ ക്രൂരമായി വെട്ടുകയും ചെയ്തു. കൊടുവാൾ ഉപയോഗിച്ചാണ് വെട്ടിയത്. ഇപ്പോൾ നാം ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ വഴിയിലൂടെയാണ് വൈഷ്ണ ഓടിപ്പോയത്. കാരണം ഇവർ തമ്മിൽ വീട്ടിൽ, നാം നേരത്തെ ദൃശ്യത്തിൽ കണ്ട വീട്ടിൽ വെച്ച് വലിയ തർക്കങ്ങൾ നടക്കുകയും വൈഷ്ണ ഭയപ്പെട്ട് ഈ റോഡിൽ കൂടി ഓടി അപ്പുറത്തുണ്ടായിരുന്ന സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഓടി കയറുകയുമായിരുന്നു. തൊട്ടുപുറകെ തന്നെ ഇവരുടെ ഭർത്താവ് ബൈജുവും ഈ പരിസരത്തേക്ക് എത്തി. അതിനുശേഷം ആ വീട്ടിലേക്ക് കയറി വൈഷ്ണയെയാണ് ആദ്യം വെട്ടിയത്. അതിനുശേഷം അവരുടെ സുഹൃത്ത് വിഷ്ണുവിനെ പുറത്തേക്ക് വിളിച്ചു.